ആശയ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ എപ്പോഴും ചർച്ചയാവുന്ന നാടാണ് കേരളം. ഇപ്പോൾ ഇതാ ഒരു സിനിമയുടെ പേര്, ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് കാരണം ആ ചിത്രത്തിന്റെ റിലീസ് വൈകുന്നത് ഒരു വലിയ ചർച്ചയായി മാറുകയാണ്. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന്റെ പ്രദർശനാനുമതി വൈകുന്നതിൽ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. പ്രദർശനാനുമതിയിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്നാണ് ആവശ്യം. വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തേണ്ട ചിത്രത്തിനാണ് കേന്ദ്ര സെൻസർ ബോർഡിൽ നിന്ന് തീരുമാനം വൈകുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇതാദ്യമായാണ് ജാനകി എന്ന പേര് ഇത്ര വലിയ പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു പേരിന്റെ പുറത്താണ് ഒരു ചിത്രത്തിന്റെ റിലീസ് വൈകുന്നതെങ്കിൽ സെൻസർ ബോർഡിന് വിശദീകരിക്കേണ്ടി വരും എന്താണ് ആ പേരിന്റെ കുഴപ്പമെന്ന്. ഇന്ന് ഒരു അപ്പീൽ കമ്മിറ്റി ചേരുന്നുണ്ട് ഒരു വശത്ത്. അപ്പോഴാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഇന്നലെ JSKയുടെ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു. അവരുടെ ആവശ്യം ഒന്നു മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഒരു വ്യക്തത കൈവരണം. കോടതിയിലടക്കം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പേര് മാറ്റണമെന്ന് മാത്രമാണ്, ജാനകി എന്നൊരു പേര് മാറ്റണമെന്ന് മാത്രമാണ് നിർമ്മാതാവിനെ ഫോണിൽ വിളിച്ച് സെൻസർ ബോർഡ് അംഗങ്ങൾ വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും രേഖാമൂലം ഒരു മറുപടിയില്ല. അപ്പോൾ സ്വാഭാവികമായും കോടതിയിലേക്ക് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. രേഖാമൂലം ഒരു റിട്ടൺ ഡോക്യുമെന്റായി ഞങ്ങൾക്ക് ഇതിലൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന കാര്യത്തിൽ തന്നെയാണ് അണിയറ പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നത്. അതോടൊപ്പം അവർ പറയുന്നത് ഈ ജാനകി എന്ന പേര് 3 ഭാഷകളിലായി 96 ഇടങ്ങളിലാണ് ഈ ജാനകി എന്ന പേര് ഉച്ചരിക്കുന്നത്. ഇത് മാറ്റുക എന്ന് പറയുന്നത് അതിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. അതുകൊണ്ട് ജാനകി എന്ന പേര് മാറ്റുവാനോ ഇതിന്റെ ഒന്നും തന്നെ ഇവർ ഇതിലൊരു എഡിറ്റ് വരുത്തുവാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിട്ടില്ല എന്ന ഉറച്ച വാദത്തിൽ തന്നെയാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. വ്യാഴാഴ്ചയാണ് പ്രിവ്യൂ കമ്മിറ്റി യോഗം ചേരുന്നത്. അതിനുശേഷം ഈ സിനിമ കാണും. നമ്മൾ ഈ അണിയറ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവർ ഈ സിനിമ കണ്ടിട്ടില്ല. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ജാനകി എന്ന പേര് മാറ്റാൻ ഇവർ ആവശ്യപ്പെടുമായിരുന്നില്ല എന്ന് തന്നെയാണ് സംവിധായകൻ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ചയാണ് ആദ്യമായി ഇവർ ഈ സിനിമ കാണുന്നത്. അതിനുശേഷം എന്ത് തീരുമാനമായിരിക്കും ഇവർ കൈക്കൊള്ളുക എന്നതിൽ ആയിട്ടായിരിക്കും തുടർ നടപടികളിലേക്ക് ഇവർ കടക്കുക. ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്തുകൊണ്ടാണ് ജാനകി എന്ന പേര് മാറ്റുന്നതിൽ ഒരു വ്യക്തമായിട്ടുള്ള കാരണം അത് ലഭ്യമാകണം, അതിനുവേണ്ടി കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന കാര്യമാണ് ഇന്ന് പ്രധാനമായും ഇന്ന് സ്വീകരിക്കുന്ന ഹർജിയിൽ ഇവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ ഈ ഹർജി പരിഗണിക്കും, 10 മണിയോടുകൂടി തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. സുരേഷ് ഗോപിക്ക് ഇതിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലൊക്കെ അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ കേന്ദ്രമന്ത്രി ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഇടപെടുന്നതിൽ ചില പരിമിതികൾ ഉണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ ഇന്നലെ വ്യക്തമാക്കിയത്. എന്നാലും വലിയ വിഷമത്തിൽ തന്നെയാണ്. വർഷങ്ങൾ നീണ്ട അവരുടെ ഒരു കൂട്ടം ആളുകളുടെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സിനിമ വെള്ളിയാഴ്ച പുറത്തിറങ്ങേണ്ടത്. പക്ഷെ അത് ഒരു കാരണവുമില്ലാതെ ഇത് തടഞ്ഞു വെക്കുന്നതിൽ വളരെ വേദനയോടുകൂടി തന്നെയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഡേറ്റ് കിട്ടാനും ഇതിന്റെ ഡബ്ബിങ്ങിനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ആ ബുദ്ധിമുട്ടെല്ലാം സഹിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രയത്നം അത് ഉടനെ സിനിമയായി പുറത്തിറങ്ങുമ്പോൾ അതിൽ ഇത്തരത്തിലൊരു തടസ്സം വെക്കുന്നതിനെ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് അവർ കാണുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സംവിധായകരുടെ അസോസിയേഷനും ഒക്കെ ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം പത്മകുമാർ എന്ന ഒരു സംവിധായകനും സമാനമായ രീതിയിൽ ഒരു വെല്ലുവിളി നേരിട്ടിരുന്നു. അതിൽ ജാനകി എന്ന പേര് മാറ്റിയാണ് പിന്നീട് അദ്ദേഹം സിനിമ പുറത്തിറക്കുന്നത്. ഒരു സംശയമുള്ളത്, ഇത് ഇവരോട് വാക്കാൽ മാറ്റാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, അതല്ലാതെ ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. നോട്ടീസിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. ഈ വാക്കാൽ പറയുമ്പോൾ അതിനൊരു നിയമപരമായി എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് എന്നത് ഇന്ന് കോടതിയിൽ പ്രധാനമായും കോടതിയുടെ പരിഗണനയ്ക്ക് വരില്ലേ?
തീർച്ചയായും അത് തന്നെയാണ് ഈ അണിയറ പ്രവർത്തകർ പറയുന്നത്. വാക്കാൽ മാത്രമാണ് അവരോട് ഈ ജാനകി എന്ന പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൽ അവർ ഫോണിൽ പറഞ്ഞ റീസൺ ആണ്, അല്ലെങ്കിൽ പിന്നീട് അവരുമായി വ്യക്തിപരമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അറിഞ്ഞതാണ് ഹൈന്ദവ ദൈവമായ സീതയുടെ പേരാണ് ജാനകി, അത് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന തരത്തിലുള്ളൊരു വിശദീകരണം, അതും അനൌദ്യോഗികമായിട്ടാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇന്ന് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കോടതി ചോദിക്കുന്നത് ഇതിന്റെ രേഖകൾ എവിടെയെന്നായിരിക്കും. പക്ഷെ രേഖകളൊന്നും തന്നെ ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് സ്വാഭാവികമായും കോടതി ചോദിക്കും. അതിന് ഉള്ള മറുപടി കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയേ മതിയാകും. അത് തന്നെയാണ് ഈ അണിയറ പ്രവർത്തകരുടെ ആവശ്യം. അങ്ങനെ ജാനകി എന്ന പേര് മാറ്റുന്നത് എന്തുകൊണ്ടാണെന്നതിൽ കൃത്യമായി രേഖാമൂലം സെൻസർ ബോർഡ് തന്നെ വിശദീകരിക്കണം. എങ്കിൽ മാത്രമേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന തീരുമാനത്തിൽ തന്നെയാണ് അണിയറ പ്രവർത്തകരും എത്തി നിൽക്കുന്നത്. എന്തായാലും കോടതി ഇന്ന് ഈ വിഷയം പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പേര് മാറ്റാൻ ആവശ്യപ്പെട്ടതെന്ന് സെൻസർ ബോർഡിനോട് ചോദിക്കും. അവർക്ക് വിശദീകരണം നൽകിയേ മതിയാകും. മറ്റൊരു കാര്യം ശ്രീജ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം എമ്പുരാനാണ് ഇതിനു മുൻപ് ഇത്രയും വലിയ വിവാദം ഉണ്ടാകുകയും പിന്നീട് സെൻസർ ചെയ്ത് പുതിയ പതിപ്പ് ഇറക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നന്ദി കാർഡിൽ നിന്നും സുരേഷ് ഗോപിയുടെ പേര് മാറ്റണമെന്ന് ഈ സുരേഷ് ഗോപി തന്നെയാണ് അതിന്റെ അണിയറ പ്രവർത്തകരെ വിളിച്ചു പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. ആ സുരേഷ് ഗോപിക്ക് തന്നെയാണ് തന്റെ ചിത്രം പോലും പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. നവമി, ഇതിൽ പരിമിതിയുണ്ട് എന്ന് സുരേഷ് ഗോപി പറയുന്നു, അണിയറ പ്രവർത്തകർ പറയുന്നു സുരേഷ് ഗോപിക്ക് പരിമിതി ഉണ്ടെന്ന്. പക്ഷെ അപ്പോഴും കേന്ദ്രമന്ത്രിയാണ്, ഒപ്പം ആ ചിത്രത്തിലെ പ്രധാന നടൻ എന്ന നിലയ്ക്ക് നമ്മൾ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല ഈ വിഷയത്തിൽ. അദ്ദേഹത്തിന്റെ പരിമിതി എന്താണ്? കൃത്യമായി ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്നാണെങ്കിൽ ആ സിനിമ ഇറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹവും മറുപടി പറയേണ്ടതല്ലേ? തീർച്ചയായും ശ്രീജ, ഇതുവരേക്കും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ഈ അമ്മയുടെ യോഗം കൊച്ചിയിൽ ചേർന്നപ്പോൾ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു ആദ്യം ഇതിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞത്. പക്ഷെ പിന്നീട് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കൂടി ആയതിനാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല. പകരമാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടതെന്നാണ് വ്യക്തമാക്കിയത്. ഇവർ പറയുന്നത് സംവിധായകൻ MP പത്മകുമാർ, അദ്ദേഹത്തിന്റെ സിനിമയ്ക്കും അദ്ദേഹം സമാനമായൊരു വെല്ലുവിളി നേരിട്ടു. അവസാനം നായികയുടെ പേര് ജയന്തി എന്നാക്കി മാറ്റേണ്ടി വന്ന ഗതികേടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ പത്മകുമാർ, ഇന്ന് ഈ വിഷയം കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. നമുക്ക് ഏറ്റവും അവസാനം നമ്മളൊക്കെ ആശ്രയിക്കുന്നത് കോടതിയാണല്ലോ. ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനമുണ്ടായാൽ അത് താങ്കൾക്ക് കൂടി ആശ്വാസമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് CBFC പോലൊരു ഒരു ഏജൻസിയെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു വിധി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കോടതിയിൽ നിന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, മാഡം പറഞ്ഞതാണ് ശരി. ഗതികെട്ട ഒരു സംവിധായകൻ എന്നൊരു വാക്ക് കറക്റ്റാണ്. കാരണം കോടതി എന്ത് തീരുമാനം എടുത്താൽ എന്റെ ഗതികേട് മാറില്ല. എന്നെ പോലെ ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അല്ലെങ്കിൽ ഒരുപാട് സംഘടനകൾ സപ്പോർട്ട് ചെയ്യില്ലാത്ത ആൾക്കാർക്ക് അത് ഏത് വിധിയും നമുക്ക് ആശ്വാസം തരില്ല.